എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പണ്ട് കുറച്ചാൾ മുന്നേ യൂട്യൂബ് തുറന്ന സോഷ്യൽ മീഡിയ തുറന്ന കാണുന്ന ഒരു വിഷയമുണ്ട്. ഉദയഗിരിജ ജീവമാത കാരുണ്യഭവൻ. ഇപ്പൊ വീണ്ടും അവർ വൈറലായിട്ടുണ്ട്. അന്ന് വൈറലായത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കറിയാം. പിന്നെ ഇപ്പൊ വൈറലായിരിക്കുന്ന അവരുടെ ഒരു പ്രഗ്നൻസിയും ആയിട്ട് ബന്ധപ്പെട്ടാണ്. അവർ ആ സമയത്ത് തന്നെ അന്ന് വൈറലായ ആ വിവാദങ്ങളെല്ലാം കത്തി നിൽക്കുന്ന ആ സമയത്ത് തന്നെ അവരുടെ ഒരു കല്യാണം കഴിഞ്ഞായിട്ടും പറയുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിനെയും കാണിച്ചിരുന്നു. കല്യാണമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ അവര് പ്രഗ്നന്റ് ആയി. കല്യാണം കഴിച്ച് നിയമപരമായിട്ട് കല്യാണം കഴിച്ചു. ആദ്യ ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട്. ഭർത്താവ് മരിച്ചു പോവുകയൊക്കെ ചെയ്തു. രണ്ടാമത് അവരിപ്പോൾ വിവാഹം കഴിച്ച് അതിലവര് ഇപ്പൊ പ്രഗ്നന്റ് ആയി. ഈ പ്രഗ്നൻസി ഇപ്പൊ ഒരു ജനങ്ങൾ ഏറ്റെടുത്തിട്ട് അവരെ അങ്ങോട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടെന്ന്. ഈ നെഗറ്റീവ് കമന്റും പോസിറ്റീവ് കമന്റും ഒരു വിഷയം ഉണ്ടായ വരും. പിന്നെ ഈ നെഗറ്റീവ് കമന്റ് പറയുന്നതിന് ഇവരൊക്കെ എടുത്ത് ആഞ്ഞടിച്ച് അവരാണെങ്കിലും കളിയാക്കിയെല്ലാം മറുപടി പറയുന്നുണ്ട്. അത് അവരുടെ അവകാശം മറുപടി പറയും. പക്ഷെ എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് അറിയാം, ഈ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തുറന്നു കാണിക്കുന്നവർ ഇവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഫാമിലി വ്ളോഗ്. അപ്പൊ ഇവരുടെ എല്ലാ കാര്യത്തിലും ജനങ്ങൾ ഇടപെടും. അത് സ്വാഭാവികമാണ്. എല്ലാ കാര്യത്തിലും കയറി നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം പറയും. അത് എല്ലാ ഫാമിലി വ്ളോഗും. ഇവരെല്ലാം തുറന്ന് രാവിലെ തൊട്ട് ബാത്റൂമിൽ പോകുന്നതും പല്ല് തേക്കുന്നതും കുളിക്കുന്ന മാത്രമേ കാണിക്കാതുള്ളൂ. ബാക്കിയെല്ലാം കാണിച്ച് ജനങ്ങളെ കാണിക്കും. നമ്മളൊരു സംഭവം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അഭിപ്രായം പറയും. ആ അഭിപ്രായത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ളതും ഉണ്ടാവാം, പ്രതികൂലമായിട്ടുള്ളതും ഉണ്ടാകും. പക്ഷെ പ്രതികൂലമായിട്ട് വന്ന ഫാമിലി വ്ളോഗർമാർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ അവർ പൊട്ടിത്തെറിക്കും. ഇതാണ് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. മല്ലു ഫാമിലിയിലും ഒക്കെ നമ്മൾ കാണുന്നത്. ഇവരൊക്കെ കാണിക്കുന്നതൊക്കെ ജനങ്ങൾ എടുത്തിട്ട് നല്ലവരെ പറയും, നല്ല കാര്യമായിട്ട് ചിലത് പറയും. പക്ഷെ ഇവിടെ ഇപ്പോൾ അവര് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അപ്പൊ ടി ഫാമിലി ഇതുപോലെ പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ അത് അബോർഷനായി പോവുകയൊക്കെ ചെയ്തു. ആ ഒരു അനുഭവമൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇപ്പൊ 50 വയസ്സിന് മേലെ ഉണ്ട്. അപ്പൊ അവര് പ്രഗ്നന്റ് ആയത് എങ്ങനെയാ ശരിയാകുന്നൊക്കെ ഉള്ള രീതിയിൽ ആവശ്യമുള്ളൂ. പിന്നെ കുറെ ആൾക്കാർ വെറും ഫേക്ക് ഐ ഡി വെച്ച് വെറും വൃത്തിയോടെ എഴുതിയിടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയെല്ലാം വെച്ച് അവർക്കിപ്പം ഒരു അറ്റാക്കാണ്. അപ്പൊ അവരാദ്യം പ്രഗ്നന്റ് ആണെന്നുള്ളത് അവർ വീഡിയോയിൽ വന്ന് പറഞ്ഞില്ല ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ അവർ വന്ന് ജനങ്ങളോട് പറഞ്ഞു, ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു. അവരുടെ മറ്റേ അനാമികയുടെ കുട്ടിക്ക് ഒരു കൂട്ടും കൂടെ ആയി എന്നൊക്കെ പറഞ്ഞു. ആണ് വേണോ പെണ്ണ് വേണോ എന്നൊക്കെ പറഞ്ഞ് അവർ വന്ന് സന്തോഷം പ്രകടിപ്പിച്ചു. ആ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അവരെപ്പോൾ തന്നെ കാണുന്നവരെല്ലാം അതിലങ്ങ് പങ്കുചേർന്ന് സന്തോഷമാവണമെന്ന് നിർബന്ധം പിടിക്കുന്ന കാര്യമില്ല. പൊതുജനം പലവിധം പൊതുജനമല്ലേ. ഒന്നാമതെ ഫേക്ക് ഐ ഡിന്ന് കമന്റ് ചെയ്യുന്നുള്ള ഒരു ധൈര്യത്തില് വായി തോന്നുന്നത് മുഴുവൻ പറയും. അപ്പൊ അവരാദ്യം സന്തോഷം പ്രകടിപ്പിച്ച് നമുക്കൊന്ന് കാണാം. ഞങ്ങൾ ഇന്നൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പറയാൻ. അത് നമുക്ക് ഇവരുടെ രണ്ടിടത്തും ചോദിക്കാം. അപ്പം ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് ഉണ്ണിക്കും വർഷയ്ക്കും ഇടയിൽ വഴക്കിനും അടി കൂടാനായിട്ട് വീണ്ടും ഒരു അതിഥി കൂടി വരും. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞങ്ങൾ വന്നേക്കുന്നത്. വരാൻ പോകുന്നത് ഇവർക്കൊരു അനിയത്തിയാണോ അനിയനാണോ എന്ന് അറിയത്തില്ല. എനിക്ക് അനിയനാവണമെന്നാണ് താല്പര്യം. എനിക്ക് അനിയത്തി മതി. നമുക്ക് നോക്കാം, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പുറകെ കാണാം. അനിയനാണേലും അനിയത്തിയാണേലും ഉണ്ണിമക്ക് കളിക്കാൻ ഒരാളാണ് കൂട്ടിൽ. അപ്പൊ ഞങ്ങളുടെ ഒരു സന്തോഷമാണ് നിങ്ങളോട് പങ്കുവെച്ചത്. സന്തോഷ പ്രകടനത്തിന് ജനങ്ങൾ എടുത്തിട്ട് പൊങ്കാലയിട്ട്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. 50 വയസ്സിൽ പ്രഗ്നന്റ് ആയത് ജനങ്ങളുടെ കാഴ്ചപ്പാടിന് ശരിയല്ല. പ്രഗ്നന്റ് ആകാൻ ഒരു 30 വയസ്സിന് താഴെ വേണം എന്നാണ് ജനങ്ങളുടെ ഒരു വാശി. അപ്പൊ ഇവരിപ്പൊ കല്യാണം കഴിച്ച് ഇപ്പൊ പ്രഗ്നന്റ് ആയത് എന്തിനാണ് എന്നുള്ള ഒരു രീതിയിൽ കമന്റ് ഇട്ടപ്പം അനാമിക വന്ന് അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. വേറൊരു ബന്ധം വഴി പോയിട്ടല്ല അമ്മയ്ക്ക് ബേബി വരാൻ പോകുന്നത്. അമ്മ ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തി കൊടുത്ത ഒരു കല്യാണം ആ കല്യാണത്തിൽ അമ്മ പ്രഗ്നന്റ് ആയി. അമ്മയുടെ സ്വന്തം ഹസ്ബൻഡിന്റെ കുഞ്ഞാണ് അമ്മേന്റെ വയറ്റിൽ കിടക്കുന്നത്. വേറൊരു വഴി പോയി ഉണ്ടായ കുഞ്ഞല്ല. അപ്പം അതിലെന്താണ് ഇത്ര തെറ്റ്? അവർക്ക് ബോധം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ നെഗറ്റീവ് കമന്റ് ഇങ്ങനെ തുരുരാ ഇടുന്നത്. അപ്പൊ കുറേയൊക്കെ ഇട്ടതും ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് കുറെ കമന്റ്സ് ഇട്ടിട്ടുള്ളത്. അപ്പം പ്രഗ്നൻസി എന്നതും അത് ഈ ഒരു ഏജിൽ മക്കൾ ചേർന്ന് നിന്ന് അത് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റിയത് അത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇതിനകത്ത് അനാമികയുടെ വാദം വളരെ ശരിയാണ്. അവർ കല്യാണം കഴിച്ചാണ് പ്രഗ്നന്റ് ആയത്. നിങ്ങൾക്ക് എന്തിനാണത്? എവിടെയെങ്കിലും ഒളിച്ചോടിപ്പോയ ആയതല്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വളരെ അർത്ഥവത്താണ്. പക്ഷേങ്കിൽ ഇതിന്റെ ഒരു മറുപടി അനാമിക ഒരു നല്ല കാര്യഗൗരവത്തിൽ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. ചെറിയ കുട്ടിയാണേലും ഒരു മറുപടി നല്ല മറുപടിയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇവര് അമ്പിളി എന്ന് പറയുന്ന ഉദയഗിരിജയും ഹസ്ബൻഡും മകളും മരുമോനും എല്ലാം കൂടെ വന്ന് ജനങ്ങളെ കളിയാക്കിയ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ശരിക്ക് ജനങ്ങൾക്ക് ഒന്നുകൂടെ ഇറിറ്റേഷൻ ആകും ജനങ്ങൾക്ക്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്നുകൂടെ കൂടിയ കമന്റ് ഇട്ട് വെക്കും. അതേ ഉണ്ടാവുള്ളൂ. അവരങ്ങനെ പറയുന്ന ഒരു കളിയാക്കിയുള്ള ഒരു മറുപടി ഉണ്ട്. അത് കേക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചില കമന്റ്സിനോടൊരു മറുപടിയാണ്. അല്ല, വന്ന കമന്റ് ഇതാണ്: ഇത്രയും പ്രായമായില്ലേ, അതും ഗർഭിണി ആയില്ലേ, നാണമില്ലേ? ഇതാണ് കമന്റ്. നാണം കിടന്ന ആവശ്യമുണ്ടോ എന്നുള്ളത് കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല.
പിന്നെ ലോകത്താദ്യത്തെ ഗർഭമല്ല ഇത്. പിന്നെ ആ പെണ്ണ് ഗർഭിണിയാവും, സ്വാഭാവികം. അതിനകത്ത് നാണക്കേട് ഞങ്ങൾക്കില്ല. അമ്പിളിക്ക് 60 വയസ്സായി, 60 വയസ്സിൽ ഗർഭിണിയായെന്ന് പറയുന്നുണ്ട്. 60 വയസ്സായാലും 70 വയസ്സായാലും ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം മറ്റൊരാൾക്ക് വേണ്ട. അവര് അത്ര സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കില്ലാത്ത ഒരു സങ്കടം മറ്റൊരാൾക്ക് വേണ്ട. ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നവരെ ഞങ്ങൾ കായികപരമായിട്ടും നിയമപരമായിട്ടും നേരിടും. നാണക്കേടുള്ളവർ ഗർഭിണിയാവണ്ട. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആർക്കും ജോലിയില്ലേ? എല്ലാണോ ഇതേ ചുറ്റിപ്പറ്റിയാണല്ലോ ഉള്ളത്? സുഹിതണ്ണ മറുപടി കൊടുക്ക്. ജോലിയില്ലണ്ണാ, ജോലിയില്ല, ഒരു ജോലി തരുവോ? ജോലിയില്ലണ്ണാ. അപ്പൊ ജോലിയുള്ളവര് സുഹിതണ്ണ നമ്പറിൽ വിളിക്കേണ്ടതാണ്. സുഹിതണ്ണ തീർച്ചയായിട്ടും വരും. എല്ലാരും ഒരുപാട് കമന്റ് എനിക്ക് വരുന്നു. എനിക്ക് എത്ര മാസമായി, എനിക്ക് 2ാമത്തെ മാസമാണ്. ഞാൻ റെസ്റ്റ് എടുക്കണമെന്ന് എല്ലാരും ഇങ്ങനെ കമന്റിൽ കൂടെ പറയുന്നുണ്ട്. ഞാൻ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ ഒരുപാടില്ലേ, അപ്പൊ അവന് സഹായിക്കാനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ പോയി അവിടുത്തെ ജോലിയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ നന്നായി റെസ്റ്റ് എടുക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയുണ്ടല്ലോ, അത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഇവരുടെ കുറെ നാൾ മുന്നേ വിഷയം ഉണ്ടായത് നിങ്ങളൊക്കെ മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ജീവമാതാ കാരുണ്യഭവൻ, അവിടുത്തെ അമ്മമാരെയല്ലേ ഇവർ ഉപദ്രവിക്കുന്നതായിട്ട് ആണ് ആ വാർത്ത പുറത്തു വന്ന. ഈ അന്നദാനമൊക്കെ നടത്തുന്ന ഇവരവിടെ നടത്തില്ല, അവർക്കൊന്നും കൊടുക്കില്ല, അവിടെയുള്ള അന്തേവാസികൾക്കൊന്നും ഫുഡ് കിട്ടുന്നില്ല, വസ്ത്രങ്ങളില്ല, മുഴുവൻ പൈസ ഇവരെടുക്കുകയാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞൊരു വാർത്ത വന്നു. എന്നിട്ട് ഇപ്പം ഈ ഉദയഗിരിജ എന്ന് പറയുന്ന അമ്പിളി എന്ന് പറയുന്ന ഇവരുടെ ബാക്ക് ഹിസ്റ്ററി മുഴുവൻ തോണ്ടിയെടുത്ത് യൂട്യൂബിലിട്ട് എടുത്തിട്ട് അലക്കുമായിരുന്നു. ഇവരുടെ അനാമിക മരുമോളെ കല്യാണം കഴിച്ച് ആ കൊച്ചവിടുത്തെ അന്തേവാസിയായിരുന്നു. അതിനെ ഇവരുടെ മകൻ കയറി പീഡിപ്പിച്ചുകൊണ്ടാണ് കെട്ടേണ്ടി വന്നത്. അങ്ങനെ കുറേ കഥകൾ. ആ കൂടി ഇവരുടെ രാഷ്ട്രീയ സ്വാധീനവും, ഗണേഷ് കുമാറൊക്കെ ഇവരുടെ അവിടെ പോകുന്ന സന്ദർശിക്കുന്ന, അങ്ങനെയെല്ലാം കുറേ അധികം വന്നു. അതിൽ ചിലരൊക്കെ ചില യൂട്യൂബർമാർക്കെതിരെയൊക്കെ ഇവർ കേസിന് പോയെന്ന് തോന്നുന്നു, ചില യൂട്യൂബർമാർ ഇവർക്കെതിരെ കേസിന് പോയെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ പരിപാടിയായിരുന്നു കേട്ടോ. അതേതാണ്ട് ഒരാഴ്ച അല്ലെ 1.5 ആഴ്ച 2 ആഴ്ച നീണ്ടു നിന്നു. പിന്നെ അത് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ല. അത് തേഞ്ഞു മാഞ്ഞു പോയി. അതാണ് രാഷ്ട്രീയ സ്വാധീനം അല്ലേ, അതെന്താണ്? അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കുറേ വിവാഹം നടത്തി എല്ലാവരുടെയും വായടച്ച് കഴിഞ്ഞു. ഇവരും കുറേ കേസിനൊക്കെ പോയി, ഇവരും കുറേ മറുപടിയൊക്കെ ഇട്ട് അവിടെ കൊണ്ട് അത് തീർന്നു. അല്ലാതെ അതിനൊന്നും വലിയ വ്യക്തമായ തീരുമാനങ്ങളൊന്നും ഉള്ളതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് അവിടെ അവസാനിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഉള്ള ഈ ഒരു നെഗറ്റീവ് കമന്റിന് ഇവർ കളിയാക്കിക്കൊണ്ടുള്ള ഒരു മറുപടിയാണ് ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും ഇങ്ങനെയുള്ള മറുപടിയൊന്നും ഇടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു വീഡിയോ ഇടേണ്ട കാര്യമില്ല. നെഗറ്റീവ് ആണോ, അത് ഫാമിലി വ്ളോഗാണോ വന്നിരിക്കും. ഇതിന്റെ ഒരു കാര്യം, ഈ 50 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള ഒരു അണ്ടം ആയിരിക്കില്ല. കാരണം 44 വയസ്സ് വരെ മാക്സിമം നല്ല അണ്ടമൊക്കെ വരുള്ളൂ. പിന്നെ അത് അങ്ങോട്ട് നല്ല അണ്ടമല്ല വരുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊരു ബീജസങ്കലനം നടന്ന് ഒരു ഭ്രൂണം ഉണ്ടായാലും ആ ഭ്രൂണം പൂർണ്ണ വളർച്ച എത്തണമെന്നില്ല. പൂർണ്ണ വളർച്ച എത്തിയാലും അതിന് ജനിതകമായ പല തകരാറുകൾ ഉണ്ടാവാം. അല്ല ആരോഗ്യമുള്ളൊരു കുട്ടിയായിട്ട് ജനിക്കില്ല, അല്ല ഇടയ്ക്ക് വെച്ച് അബോർഷൻ ആവാം. ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇത് TT ഫാമിലിയിൽ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയാണ് ശരിക്കും പ്രഗ്നന്റ് ആകാനുള്ള നല്ല പ്രായം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം അതല്ലാതെ ഇങ്ങനെ അത്ഭുതങ്ങളായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. പലയിടത്തും നല്ല ആരോഗ്യമുള്ള കൊച്ചുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ 50 വയസ്സിനോടടുത്ത് പീരീഡ്സ് അങ്ങ് നിൽക്കുകയാണ് ഇതിന്. ഒരു സ്ത്രീയുടെ വയസ്സിന്റെ ഇടയ്ക്ക് 400 അണ്ടം എങ്ങാണ്ടാണ് ആ സ്ത്രീക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇടകാലത്തൊക്കെ പല ഹോർമോൺ ചേഞ്ച് കൊണ്ടും അതുകൊണ്ടും ഇതുകൊണ്ടും ഒക്കെ എന്തോ അണ്ടമൊന്നും ശരിക്കൊരു വളർച്ച എത്താത്ത അണ്ടങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ട് ഈ ലാസ്റ്റ് തീരാറാകുമ്പോഴത്തേന് എന്തുണ്ടാവുമെന്നറിയാം. ഈ പീരീഡ്സ് നിൽക്കാറാകുമ്പോഴത്തേന് സ്ത്രീകൾക്ക് പൊതുവെ വരുന്ന അണ്ടങ്ങളൊക്കെ നല്ല നല്ല വളർച്ച എത്തി നല്ല ആരോഗ്യമായ അണ്ടമായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ബീജസങ്കലനം നടന്ന് ഈ പ്രഗ്നന്റ് ആകാനുള്ള ഒരു ചാൻസ് കൂടി കാണുന്നുണ്ട്. ഈ പീരിയഡ്സ് നിൽക്കാറാകുന്ന സമയത്ത് പ്രഗ്നന്റ് ആകുന്ന ഒരു പ്രവണത കൂടി വരുന്നുണ്ട്. അതിന്റെ കാര്യം തീരുകയാണ്, പീരിയഡ്സ് നിൽക്കുകയാണ്. ആ സമയത്ത് ഇനി ഉള്ള അണ്ടം എല്ലാം ഇനി പോരുകയല്ലേ. അപ്പൊ ആ ഉള്ളതിലേറ്റവും നല്ല അണ്ടങ്ങളൊക്കെ ആദ്യകാലത്ത് പോരാതിരുന്നതൊക്കെ ലാസ്റ്റ് പോരുന്നത് നല്ല വളർച്ച എത്തി നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ എത്തുന്ന വെച്ചാണ് ഇവരൊക്കെ പ്രഗ്നന്റ് ആകുന്നത്. പക്ഷെ പിന്നീട് ഗർഭപാത്രത്തിനുള്ളിൽ കിടന്ന് ഈ ഒരു സാധാരണ പ്രായം കുറഞ്ഞ പെൺകുട്ടിക്കുള്ള ഒരു ഗർഭം പോലെ ഇവർക്ക് അതിനെ മുന്നോട്ട് പിന്നീട് കൊണ്ടുപോകാനുള്ള ആരോഗ്യം ശരീരത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഹോർമോണിന്റെയും എല്ലാത്തിന്റെയും ഇതുകൊണ്ട് നമുക്കറിയില്ല. അപ്പൊ 20 ആഴ്ച ആകുമ്പോൾ 20 ആഴ്ചയുടെ വളർച്ച ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ കാണിയല്ല.
അങ്ങനെ പറയാം, ഹാർട്ട് ബീറ്റ് കുറവായിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളല്ലേ. പിന്നെ ഓട്ടിസം അത് ഇതെന്നൊക്കെ പറയും. ചില കേസ് കേട്ട് തന്നെ അബോർഷനായി പോകും, ചില കേസ് കേട്ട് അബോർഷൻ ആക്കേണ്ടി വരും, ചിലതൊന്നുമില്ലാതെ പ്രസവിച്ചവരൊന്നുമില്ലെന്ന് പറഞ്ഞാലും പിന്നെ ഉണ്ടായി കഴിയുമ്പോൾ ആ കൊച്ചിന് എന്തെങ്കിലും ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് ഇവർക്കിത് ഞാൻ പറഞ്ഞത് കമന്റ് ഇട്ടവരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇവരിങ്ങനെ വീഡിയോ ഇടാൻ പാടില്ല. കാരണം മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയാതെ ഒരു വെല്ലുവിളിക്കുന്ന വീഡിയോ ഇവരെന്തിനാണ് ഇങ്ങനെ ഇട്ടെന്നാണ് ഞാനിത് പലരും റിയാക്ട് ചെയ്തപ്പോൾ അതെടുത്ത് ഞാൻ കണ്ടപ്പം ഇവർ ഈ കളിയാക്കി ചിരിച്ച് 60 വയസ്സെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പറഞ്ഞവരെ മൊത്തം ചിരിച്ച് ഇവരൊരു വീഡിയോ ഇട്ട് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഈ നെഗറ്റീവ് കമന്റ് ഇട്ടവരെല്ലാം ഇവരെ പൊങ്കാലയിടുകയല്ലേ. സത്യത്തില് ഈ ഒരു പ്രഗ്നന്റ് ആയെന്ന് പോലും ഈ TT ഫാമിലി ആണേലും ഇവരാണേലും പുറത്ത് പറയാൻ പാടില്ല. പുറത്ത് അങ്ങനെ പറഞ്ഞ് പബ്ലിക്ക് കൊടുത്തിട്ട് ആ പബ്ലിക്കിന്റെ അകത്തുനിന്ന് ഒരു അഭിപ്രായം കേട്ടിട്ട് അതിനവരെ പ്രകോപിപ്പിക്കുന്ന പോലെ ഒരു മറുപടി കൊടുത്തിട്ട് എന്ത് ബുദ്ധിശൂന്യതയാണ് കാണിച്ചു വെക്കുന്നല്ലേ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. ഇവർക്കൊന്നും ഈ പറയുന്ന യാതൊരു ബുദ്ധിയും ഇല്ല. ചുമ്മാ എല്ലാം വിളിച്ചു കൂവി പറഞ്ഞിട്ട് എന്നിട്ട് അവർക്കുള്ള ഒരു മറുപടി കൊടുത്ത് മൊത്തം ഒരു അഹങ്കാരത്തിന്റെ രീതിയിലാണ് ഇവര് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ 35 വയസ്സ് കഴിയുമ്പോഴേക്കും അണ്ടങ്ങളുടെ എണ്ണം കുറയും, അണ്ടങ്ങളുടെ മേന്മയും കുറയും. അപ്പോൾ ഈ സമയങ്ങളിൽ അണ്ടോൽപാദനം നടക്കുന്ന അണ്ടങ്ങൾ നല്ല ജനിതകമായി ആരോഗ്യമുള്ള അണ്ടങ്ങളാകണം എന്നില്ല. അപ്പോൾ ഈ അണ്ടങ്ങളും ബീജവുമായിട്ട് സംയോജിച്ചുണ്ടാകുന്ന ഒരു കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആൾക്കാരെ പ്രകോപിപ്പിക്കുന്ന പോലെ ഇടും. ഇനി എന്തെങ്കിലും ആപത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ ചെന്ന് ഇതിന്റെ 10 ഇരട്ടി പറഞ്ഞിരിക്കും. അതേസമയത്ത് ഈ വിശേഷം ആയെന്ന് തന്നെ ഇവരൊക്കെ കണ്ടന്റ് ആകാനും വ്യൂസ് കിട്ടാനും റീച്ച് കിട്ടാനും ഒക്കെ വേണ്ടി ചെയ്യുന്ന, പക്ഷെ അതൊക്കെ നേരെ തിരിച്ച് ചിലപ്പോൾ സംഭവിച്ചു നിൽക്കുക. ഏതായാലും അവർക്ക് നല്ല ആരോഗ്യമുള്ള TT ഫാമിലി പോലെ സംഭവിക്കാതിരിക്കട്ടെ. ആ സ്ത്രീയുടെ സങ്കടം നമ്മൾ കണ്ടാണ്. ഒരു കുഞ്ഞിനെ വയറ്റി ചുമന്ന് അതിന്റെ ഹാർട്ട് ബീറ്റ് 5-ാം മാസം തൊട്ട് നമ്മൾ കേട്ടു തുടങ്ങും. ആ സമയം തൊട്ട് ആ കൊച്ചിനെ ഇതായിട്ട് ഇരുന്നിട്ട് അതൊരു സ്ത്രീയുടെ മനസ്സ് നമുക്ക് മനസ്സിലാകും. ആ കുഞ്ഞിന്റെ ഒരു ആപത്തും ഉണ്ടാകാതെ അവരൊരു നല്ല ആരോഗ്യമുള്ള ഒരു കൊച്ചിനെ പ്രസവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.